തൻ്റെ സംരംഭത്തിനെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകളും വിശദീകരണങ്ങളുമായി ദിയ കൃഷ്ണ. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നതെന്നാണ് തെളിവ് നിരത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വ്യക്തമാക്കുന്നത്. ഉള്ളതുപോലെ ഞാൻ പറയും. വേറെ ഒരാളെ ദ്രോഹിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവരുടെ പേര് പോലും ഇവിടെ കാണിക്കാത്തതെന്നും ദിയ പറഞ്ഞു. ഈ കസ്റ്റമർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിയുള്ള വ്യക്തിയാണ്. വാട്സാപ്പിൽ ഡിസപ്പയർ മെസ്സേജ് ഓണാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു ഓപ്പണിംഗ് വീഡിയോ നമുക്ക് അയച്ചിരുന്നു. കൊറിയറിൻ്റെ പിൻവശം ഓപ്പൺ ചെയ്ത് അവർ ഓൾറെഡി ഓപ്പൺ ചെയ്തിരുന്നു. നമുക്ക് അയച്ച വീഡിയോ ആകട്ടെ ഓപ്പൺ ചെയ്ത ഭാഗം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും കൊറിയർ തുറന്നതായിട്ടാണ്. അത് എങ്ങനെയാണെന്നെല്ലാം ഞാൻ വ്യക്തമാക്കാം. ഒരുപാട് വ്യാജ പ്രൊഫൈലുകൾ വന്ന് എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തം വീട്ടിലെ ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാകും. പുള്ളിക്കാരി അയച്ചു തന്ന ഓപ്പണിംഗ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇത് ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടീം റിജക്റ്റ് ചെയ്തിരുന്നു. സാറ്റിസ്ഫാക്ഷന് വേണ്ടി സാധനം കവറിനകത്ത് വെച്ച് ഒന്നുകൂടെ കട്ട് ചെയ്ത് തരാമെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു. ഡിസപ്പയറിംഗ് ഓണാക്കിയിട്ടതിനാൽ ആ ചാറ്റൊന്നും നമുക്ക് കിട്ടിയില്ലെന്ന് ദിയ വ്യക്തമാക്കുന്നു. വീണ്ടും ഓപ്പണിംഗ് വീഡിയോ ചോദിച്ചപ്പോൾ നേരത്തെ അയച്ച വീഡിയോ സൂചിപ്പിച്ചുകൊണ്ടുള്ള മറുപടി തരികയാണ് ചെയ്തത്. എന്നാൽ ഡിസപ്പയറിംഗ് ഓണാക്കിയിട്ടതിനാൽ ചാറ്റിൽ നമുക്ക് ആ വീഡിയോ കാണാൻ സാധിച്ചില്ല. നമുക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. വീണ്ടും അയക്കാൻ പറഞ്ഞെങ്കിലും അയച്ചില്ല. ഇതോടൊപ്പം തന്നെ പുള്ളിക്കാരി നമ്മളെ വിളിച്ചേക്കുന്ന ഒരുപാട് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ആ കസ്റ്റമറുടെ പേര് ആദ്യമിട്ട യൂട്യൂബറുടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ വീഡിയോ ഉണ്ടോ എന്നറിയില്ല. നമ്മൾ നിയമപരമായി നീങ്ങിയപ്പോൾ എല്ലാ വീഡിയോയും അവർ പിൻവലിച്ചിട്ടുണ്ട്. അതായത് സത്യമല്ലാത്ത വിവരങ്ങൾ പങ്കുവെച്ചതിനെതിരെ നമ്മൾ നിയമപരമായി നീങ്ങിയപ്പോൾ വീഡിയോ അവർ ഒഴിവാക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. പേരെന്തായാലും ഞാൻ പറയുന്നില്ല. നമുക്ക് അയച്ചു തന്ന ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇത് തട്ടിപ്പാണ്. ഈ ബിസിനസ് തുടങ്ങിയിട്ട് 3-4 വർഷമായി. ഒരുപാട് ജെന്യുവിൻ കസ്റ്റമേഴ്സിൻ്റെയും ഫേക്ക് കസ്റ്റമേഴ്സിൻ്റെയും ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ചില ഫേക്ക് കസ്റ്റമേഴ്സ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് എന്തേലും ആയിക്കോട്ടെ എന്ന് കരുതി റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും പൈസ തിരികെ കൊടുക്കാനാണെങ്കിൽ ബിസിനസ് ചെയ്യാതെ വീട്ടിൽ പോയി ഇരുന്നാൽ മതിയെന്ന് അശ്വിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ഇതോടെയാണ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണെന്ന് ഞാൻ ബയോയിലിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പരാതി ഉന്നയിച്ച വ്യക്തിയെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജും അവർ കാണുന്നുണ്ട്, എന്നാൽ മറുപടിയില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്തായാലും പ്രതികരിക്കും. ഞാൻ ഓഫീസിലാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കെതിരെ നമ്മൾ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കെതിരെയും അത്തരത്തിൽ നീങ്ങുമെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രതികരണവുമില്ലെന്നും ദിയ പറഞ്ഞു. അതിനുശേഷം ദിയ കൃഷ്ണ തൻ്റെ വാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കസ്റ്റമർ തങ്ങൾക്ക് അയച്ച വീഡിയോയും മറ്റൊരു യൂട്യൂബർക്ക് അയച്ച വീഡിയോയും കാണിക്കുന്നു. രണ്ടിലെയും വ്യത്യാസം അത് എങ്ങനെയാണ് ഓൾറെഡി തന്നെ തുറന്നതാണെന്നുള്ള കാര്യങ്ങൾ ദിയ വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെ ഇത്തരത്തിൽ 2 വീഡിയോ എടുക്കാമെന്നതിൻ്റെ ഡെമോയും ദിയ തന്നെ കാണിക്കുന്നുണ്ട്.